Welcome back my dear students. Welcome to our physics class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീരീസ് ആൻഡ് പാരലൽ കണക്ഷനെ കുറിച്ചിട്ടാണ്. സീരീസ് ആൻഡ് പാരലൽ. പേര് പറയുന്ന പോലെ തന്നെ ഈ കണക്ഷന്റെ രീതികളും ഇതേപോലെ തന്നെയാണ് കേട്ടോ, സീരീസും പാരലലായിട്ടും. അപ്പൊ ഈ രണ്ട് കണക്ഷൻസിന്റെ മെച്ചം എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇത്തരം കണക്ഷനുകൾ പഠിക്കുന്നത് എന്നുള്ള കാര്യം അറിയണ്ടേ? അതാണ് നമ്മളിതിനെ ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേനെടുത്ത് മഷി കഴിഞ്ഞു, പുതിയ പേന എടുക്കട്ടെ. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ റെസിസ്റ്റൻസിന്റെ കാര്യം എടുക്കാം. സീരീസ് കണക്ഷൻ ആണെങ്കിൽ എല്ലാ റെസിസ്റ്റൻസും സീരീസ് ആയിട്ടായിരുന്നു കണക്ട് ചെയ്യണം. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൈ കോർത്ത് പിടിച്ച് നിൽക്കാറില്ലേ? ഒരാളുടെ കൈ വലത് കൈ രണ്ടാമത്തെ ആളുടെ ഇടത് കൈയിൽ പിടിച്ച്, രണ്ടാമത്തെ ആളുടെ ഇടത് കൈ മറ്റാളുടെ വലത് കൈയിൽ പിടിച്ച് അങ്ങനെ കൈ കോർത്ത് നിൽക്കുന്നതാണ് സീരീസ് കണക്ഷൻ. ഇപ്പോൾ ഒരാളാണെങ്കിൽ ഇയാളുടെ കൈ ഇവിടെ വരും, മറ്റാളുടെ കൈ ഇങ്ങനെ വരും അല്ലേ? ഇയാളുടെ കൈ വരും, ഇയാളുടെ കൈ ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഇതിൻ്റെ പേരാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഒരു എൻഡ് മറ്റെൻഡായിട്ട് കണക്റ്റ് ആവും, മറ്റെൻഡ് മറ്റൊരു റെസിസ്റ്ററിൻ്റെ എൻഡായിട്ട് കണക്റ്റഡ് ആയിട്ട് അങ്ങനെ വരിയായിട്ട് ഒരു നിൽക്കും. ഇതിനാണിത് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് സിംബോളിക്കലി വരച്ചതാണ്. ഇനി റെസിസ്റ്റൻസ് വരുമ്പോൾ സീരീസ് കണക്ഷൻ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. ഇത് R1 പറഞ്ഞിട്ടുള്ള റെസിസ്റ്റൻസ്, ഇതെൻ്റെ രണ്ട് എൻഡ്, ഈ എൻഡ് അടുത്ത റെസിസ്റ്ററിൽ കണക്ട് ചെയ്യും. ഇത് R2 പറഞ്ഞിട്ടുള്ള റെസിസ്റ്റർ. ഇനി മൂന്നാമതൊരു റെസിസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇതിൻ്റെ തന്നെ നേരെ ഇങ്ങനെ വരയ്ക്കാം. ഇത് R3 റെസിസ്റ്റർ. ഇനി ഇതിലൂടെ നമുക്ക് വോൾട്ടേജ് പാസ് ചെയ്യണമെങ്കിൽ ഒരു വോൾട്ട് മീറ്റർ കൊടുക്കാം, ഒരു കീ കൊടുക്കാം അല്ലേ? അപ്പം കറണ്ട് പാസ്സാവും. ഇവിടെ സ്വിച്ചും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കറണ്ട് ഇതിൽ കൂടെ കടന്നു പോകും. അപ്പം ഇങ്ങനെ റെസിസ്റ്റൻസിൽ കണക്ട് ചെയ്യുന്ന രീതിയാണ് ഏത്? സീരീസ് കണക്ഷൻ. അപ്പൊ സീരീസ് കണക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസിന്റെ ടോട്ടൽ വാല്യൂ എങ്ങനെയായിരിക്കും എന്ന് ആലോചിക്കണ്ടേ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓരോ റെസിസ്റ്റൻസിന്റെയും സമ്മായിരിക്കും. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓരോ റെസിസ്റ്ററിന്റെ വാല്യൂവിന്റെ സമ്മായിരിക്കും. കൂട്ടി കൂട്ടി പോവാം നമുക്ക്. R1 പ്ലസ് R2 പ്ലസ് R3 അങ്ങനെ പോവാം. ഓക്കെ, ഇതാണ് സീരീസ് കണക്ഷന്റെ R ഇഫക്റ്റീവ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. ഇവിടെയുള്ള എല്ലാ റെസിസ്റ്റൻസിന്റെ വാല്യൂ 1 ohm ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ R ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടെത്താം? 1 ohm പ്ലസ് 1 ohm പ്ലസ് 1 ohm. മൊത്തത്തിലുള്ള റെസിസ്റ്റൻസ് എത്രയാണ് ഈ സർക്യൂട്ടില്? 3 ohm. ഓക്കെ, അപ്പൊ ഇതാണ് സീരീസ് കണക്ഷൻ. ഇപ്പൊ സീരീസ് കണക്ഷനില് എല്ലാ റെസിസ്റ്റേഴ്സും 1 to 1 ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക, സീരീസ്ലി കണക്റ്റഡ് ആയിരിക്കും. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓരോ റെസിസ്റ്റൻസുകളും കൂടിച്ചേർന്നതായിരിക്കും. ഓരോ റെസിസ്റ്റൻസ് വാല്യൂവിനെ നമ്മൾ ആഡ് ചെയ്തതായിരിക്കും ഇതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നുള്ള വിധമാണ്. ശ്രദ്ധിച്ച് കാണാം. നമുക്കറിയാം ഓംസ് ലോ പ്രകാരം നമുക്ക് വോൾട്ടേജ് അപ്ലൈഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് അടയാളപ്പെടുത്താം അല്ലേ? ഒരു സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് കറണ്ടിന്റെയും അതേപോലെ റെസിസ്റ്റൻസിന്റെയും മൾട്ടിപ്ലിക്കേഷൻ തുല്യമാണ് അല്ലേ? V=IR. ഇനി നമ്മൾ ഇവിടെ എടുക്കുന്നത്, നമ്മൾ വരച്ചിട്ടുള്ള സർക്യൂട്ട് ആ 3 റെസിസ്റ്റർ വെച്ച് വരച്ചില്ലേ, ആ സർക്യൂട്ട് വെച്ചിട്ടാണ് നമ്മൾ അവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ. ഇതിൽ കൂടെ എന്ത് പോകുന്നുണ്ട്? ഒരു കറണ്ട് പോകുന്നുണ്ട് അല്ലേ? ഈ പോകുന്ന കറണ്ടിന് നമുക്ക് I എന്ന് റെപ്രസെന്റ് ചെയ്യാം.
ഈ ഐ എന്ന് പറഞ്ഞ കറണ്ട് ഈ R1 പറഞ്ഞ റെസിസ്റ്ററിൽ കൂടെ കടന്നു പോകുമ്പോഴും R2 പറഞ്ഞ റെസിസ്റ്റർ കൂടെ കടന്നു പോകുമ്പോഴും R3 പറഞ്ഞിട്ടുള്ള റെസിസ്റ്റൻസ് കൂടെ കടന്നു പോകുമ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും. There is no change for current when it is passes through each resistors. Okay, current will be same. എങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസോ? അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസിന് അനുസരിച്ചിട്ട് ഓരോ റെസിസ്റ്റൻറ്റും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ഓരോ റെസിസ്റ്റൻസിനും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യാസമായിരിക്കും. അപ്പോൾ സീരീസ് കണക്ഷൻ ചെയ്യുമ്പോഴുള്ള പ്രത്യേകതയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇവിടെ കറണ്ട് സെയിം ആയിരിക്കും, പക്ഷേ ഓരോ റെസിസ്റ്റൻസിലും അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഓരോ റെസിസ്റ്റൻസിലും നമുക്ക് അളക്കാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ട്രൂത്തിനെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഓംസ് ലോയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ അപ്ലൈഡ് അല്ലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? ഓംസ് ലോ പ്രകാരം IR എന്ന് കൊടുക്കാം അല്ലേ, ബാറ്ററിയിൽ നിന്ന് വരുന്ന പൊട്ടൻഷ്യലാണ്. അതിന് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് നോക്കാം. എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്? V1 പ്ലസ് V2 പ്ലസ് V3 ഇങ്ങനെയല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. V1 പ്ലസ് V2 പ്ലസ് V3. ഇനി നമ്മൾ V1 എന്ന് പറഞ്ഞിട്ടുള്ള ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ R1ന്റെ ടേമിൽ എഴുതാണ് by obeying the Ohm's law. Now we are changing V1 in terms of I and R. അപ്പോൾ നമുക്കറിയാം ആ റെസിസ്റ്റൻസ് കൂടെ കടന്നു പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം തന്നെയാണ് അല്ലേ, I തന്നെയാണ്. അവിടെയുള്ള റെസിസ്റ്റൻസ് എത്രയാണ്? R1 പ്ലസ് രണ്ടാമത്തെ റെസിസ്റ്റർ നമ്മൾ എടുക്കുന്നു, അതിന് ക്രോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണുന്നു. അപ്പോഴും അവിടെ ഉണ്ടാകുന്ന കറണ്ടും റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഇങ്ങനെ തന്നെ ആയിരിക്കും, IR2 പ്ലസ് മൂന്നാമത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കുന്നു, അവിടെയുള്ള കറണ്ട് സെയിം ആണ്, അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ R3 ആയിരിക്കും. ഓക്കെ, സോ നൗ we have got different potential difference which is across each resistor, which is as IR1 plus IR2 plus IR3. IR1 plus IR2 plus IR3. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷനെ അങ്ങ് മോഡിഫൈ ചെയ്യാൻ പോവാണ്. ഈ ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡ് നമുക്കറിയാം IR ആണ്. അപ്പോൾ നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള ഇക്വേഷനിലെ കോമൺ ടേം ആയിട്ടുള്ള ഐനെ പുറത്തെടുത്ത് എഴുതിക്കൂടെ? യെസ്, വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. ആൻസർ ദി ബ്രാക്കറ്റ് നമുക്ക് എന്തൊക്കെ ഉണ്ട്? R1 ഉണ്ട് പ്ലസ് R2 ഉണ്ട് പ്ലസ് R3 ഉണ്ട്. കിട്ടിയോ? നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഈ ഇക്വേഷനിൽ ഒന്ന് മോഡിഫൈ ചെയ്യാണ്. കോമൺ ആയിട്ടുള്ള ടേമിന് പുറത്ത് വെച്ചു, ബാക്കിയുള്ള ടേംസിനെ ബ്രാക്കറ്റിലാക്കി. അപ്പൊ ഇനി ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ഇക്വേഷന്റെ രണ്ട് സൈഡിലും കോമൺ ആയിട്ട് I പറഞ്ഞുള്ള ടേം ഉണ്ട് അല്ലെ, I ഈസ് സെയിം. നമുക്ക് അതിനെ സ്വാഭാവികമായിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കിയുള്ള ടേം എന്ന് പറയുന്നത് ഏതാണ്? റെസിസ്റ്റൻസ് ആണ്. R എന്ന് പറയുന്നത് R ടോട്ടൽ അല്ലെങ്കിൽ R ഇഫക്റ്റീവ് എന്ന് പറയുന്നത് എന്തിന്റെ സമ്മായിട്ടാണ് നമുക്ക് കിട്ടിയത്? R1 പ്ലസ് R2 പ്ലസ് R3. നൈസ് നോ? യെസ്, ഇതാണ് സീരീസ് കണക്ഷനിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂസ്. നിങ്ങളടുത്ത് സീരീസ് കണക്ഷൻ ചോദിക്കും, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ സർക്യൂട്ട് ഒന്ന് നോക്കുക. ആ സർക്യൂട്ടിൽ എത്രത്തോളം റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കുക, അതിൻ്റെ സമ്മ എഴുതാം. R1 പ്ലസ് R2 പ്ലസ് R3 ഇട്ട് എഴുതാം. ഇനി അടുത്ത വകഭേദങ്ങളൊക്കെ വരും, അതായത് ഇങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരും. അതൊക്കെ നമുക്ക് പിന്നീട് അനലൈസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഈ സീരീസ് കണക്ഷൻ്റെ കാര്യങ്ങൾ പിടികിട്ടിയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് 1 to 1 സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് V ആണ്. പക്ഷേ കറന്റ് ഫ്ലോയിങ് ത്രൂ ഈച്ച് റെസിസ്റ്റർ വിൽ ബി സെയിം. ഓക്കെ, കറന്റ് ഫ്ലോയിങ് ത്രൂ ദി എൻറ്റയർ സർക്യൂട്ട് വിൽ ബി സെയിം, but the potential difference across each resistor will be different. On the basis of Ohm's law, we have found that R effective is as R1 plus R2 plus R3.
ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ എക്സാം ഓറിയന്റഡ് നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഒരു കുഞ്ഞ് ഡെറിവേഷൻ. ഇനി ഞാൻ ഇതിനുള്ളിൽ തന്നെ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്താം. 2 റെസിസ്റ്റൻസ് ആണ് നമ്മുടെ കയ്യിൽ വരുന്നത് വിചാരിക്കാം. വി ഹാവ് 2 റെസിസ്റ്റൻസ്. Then what will be the values of R total? R total എങ്ങനെ എഴുതും? 2 റെസിസ്റ്റർ ആണെങ്കിൽ R1 പ്ലസ് R2 അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഒരേ റെസിസ്റ്റർ വാല്യൂ തന്നെ ഇഷ്ടം ഒരു n ടൈംസ് ഒരു 100 കണക്കിന് റെസിസ്റ്റേഴ്സ് ഒരേപോലെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ R ടോട്ടൽ എങ്ങനെ എഴുതാം? n ഇൻറ്റു R എഴുതിക്കോടെ. അതായത് 100 റെസിസ്റ്റർ ഉണ്ട്, എല്ലാത്തിനും ഉള്ള റെസിസ്റ്റൻസ് വാല്യൂ സെയിം ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് എഴുതാം കേട്ടോ. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ, റെസിസ്റ്റൻസ് സെയിം ആയിരിക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീരീസ് കണക്ഷൻ്റെ പ്രത്യേകതകൾ, സീരീസ് കണക്ഷൻ്റെ കുഞ്ഞു ഡെറിവേഷൻസ്. ഇതും പോരാഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വഴിയെ പറയാം. അപ്പോൾ കുട്ടികളെ, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് പാരലൽ കണക്ഷൻ ആണ് കേട്ടോ. പാരലൽ കണക്ഷന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ സീരീസ് കണക്ഷനിൽ നിന്ന് പാരലൽ കണക്ഷൻ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കാണും. അപ്പോൾ പാരലൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ കമ്പോണൻസുകളെല്ലാം പാരലൽ ആയിരിക്കും. റെസിസ്റ്റൻസ് ആണെങ്കിൽ അതൊക്കെ പാരലൽ ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുക. പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരാൾ, ഇയാളുടെ ബാക്കില് വേറൊരാള്, ഇയാളുടെ ബാക്കില് വേറൊരാൾ. നമ്മൾ അസംബ്ലിക്കൊക്കെ നിൽക്കില്ലേ, ഒരു റോ അല്ലെങ്കിൽ ഒരു കോളം വൈസ് ആയിട്ട് നിൽക്കില്ലേ, അതാണ് എന്ത് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് റെസിസ്റ്റൻസിന്റെ ടേംസിൽ എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. അപ്പോൾ എങ്ങനെയാണ് വരിക പാരലൽ കണക്ഷൻ? നമുക്ക് ആദ്യം 2 റെസിസ്റ്റർ വെച്ചിട്ട് നോക്കാം കേട്ടോ. R1, പിന്നെ അടുത്ത റെസിസ്റ്റർ R2. Okay, we have 2 resistors and they are going to connect as a parallel ആയിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ഈ 2 റെസിസ്റ്റേഴ്സിന്റെ എഡ്ജ് ഒരുമിപ്പിക്കും. ഈ 2 റെസിസ്റ്റേഴ്സിന്റെ എഡ്ജ് ഒരുമിപ്പിക്കും. ആ ഒരുമിച്ച എഡ്ജിലാണ് നമ്മൾ എന്ത് കൊടുക്കുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുക. ആ ഒരുമിച്ച എഡ്ജിലാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുക. അപ്പോൾ V പറഞ്ഞിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു. നമ്മൾ പാരലൽ കണക്ഷന്റെ രൂപം നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി ഇതിന്റെ പ്രത്യേകത എന്തൊക്കെ നോക്കാം. ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്ത് സ്വിച്ച് ഓൺ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി കറണ്ട് പ്രവഹിക്കാൻ തുടങ്ങും അല്ലേ. പാരലൽ കണക്ഷനിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ വരുന്ന കറണ്ട് അതങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇത് 2 ബ്രാഞ്ചുകളാണ് അല്ലേ. ഒരു കറണ്ട് ഈ ബ്രാഞ്ചിലേക്ക് പോകും, അതിന് I1 എന്ന് പേര് കൊടുക്കാം. അടുത്ത കറണ്ട് ഈ ബ്രാഞ്ചിലേക്ക് പോകും, അതിന് നമുക്ക് എന്തായിട്ട് പറയാം? I2 ആയിട്ട് പേര് കൊടുക്കാം. അപ്പോൾ വന്നിട്ടുള്ള കറണ്ട് എന്ത് സംഭവിച്ചു? വന്നിട്ടുള്ള കറണ്ടിന് എന്ത് സംഭവിച്ചു? അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയി അല്ലേ. നമ്മുടെ പാരലൽ സർക്യൂട്ടിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് പോവുക. റെസിസ്റ്റൻസ് ഒക്കെ അതേ തന്നെ. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്ററിനും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസിന് വ്യത്യാസം ഉണ്ടാവില്ല. ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെ ആയിരിക്കും ഈ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ആ ഒരു ബാറ്ററി അല്ലെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന പൊട്ടൻഷ്യലുള്ള സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വ്യത്യാസം ഉണ്ടാവില്ല. ആകെ വ്യത്യാസം എന്തിനാണ്? കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ, കറണ്ടിൽ ഉണ്ടാവുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. കറണ്ട് പാരലൽ കണക്ഷനിൽ ബ്രാഞ്ച് ആയിട്ട് പോകും, അതായത് ഇറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് അലോങ് ദി സർക്യൂട്ട്. അപ്പൊ അതാണ് പാരലൽ കണക്ഷന്റെ പ്രത്യേകത കേട്ടോ. ഇനി ഇതിപ്പോ 2 റെസിസ്റ്റർ ആണ്, ഇത് നമുക്ക് 3 റെസിസ്റ്ററിൽ വരച്ചു നോക്കാം. ഇത് റെസിസ്റ്റർ R1, ഇത് റെസിസ്റ്റർ R2, ഇത് റെസിസ്റ്റർ R3, 3 റെസിസ്റ്റർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പാരലൽ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയണം ഈ എല്ലാ റെസിസ്റ്റേഴ്സിന്റെ എഡ്ജ് ഒരു ഭാഗത്തേക്ക് കൂട്ടിച്ചേർക്കണം. എന്നിട്ട് ആ എഡ്ജിലാണ് നമ്മൾ എന്ത് കൊടുക്കുക? ടോട്ടൽ സർക്യൂട്ടിന് വേണ്ടിയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കേണ്ടത്. കണ്ടോ? ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് കേട്ടോ.
കറണ്ട് പോകും. ഈ കറണ്ട് ഈ ഒരു ബ്രാഞ്ചിൽ വേറെയാണ്, ഈ ബ്രാഞ്ചിലേക്ക് കിടക്കുമ്പോൾ വേറെയായി, ഈ ബ്രാഞ്ചിലേക്ക് കറണ്ടിനെ നമ്മൾ I3 എന്നുള്ള പേരിലും അടയാളപ്പെടുത്തുന്നു. അപ്പം ഇതാണ് പാരലൽ കണക്ഷൻ. ഇനി പാരലൽ കണക്ഷനിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യമാണ് ടീച്ചർ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മനസ്സിലേക്ക് ഓടി വരേണ്ടത് എന്താണ്? ഓംസ് ലോ ആണ്. ഓംസ് ലോ പ്രകാരമാണ് നമ്മൾ എല്ലാ ഇഫക്റ്റീവ് റെസിസ്റ്റൻസും കണ്ടെത്തുന്നത്. അപ്പോൾ ഓംസ് ലോ പ്രകാരം നമുക്കറിയാം V = IR. നമ്മൾ ഓംസ് ലോ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ പാരലൽ കണക്ഷനിൽ ഒരു വ്യത്യാസം അറിയാം. കറണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നുണ്ട്. കറണ്ട് ഓരോ ബ്രാഞ്ചിലും ഓരോ റെസിസ്റ്റൻസിലും എത്തുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ കറണ്ടിൻ്റെ ടേംസിലാണ് എഴുതാൻ പോകുന്നത്. മോർ ഓവർ നമുക്ക് ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന ടോട്ടൽ കറണ്ടിനെ എങ്ങനെ എഴുതാൻ പറ്റും? I = I1 + I2 അങ്ങനെ എഴുതിക്കൂടെ അല്ലേ? ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഓരോ ബ്രാഞ്ചിലുള്ള കറണ്ടിന്റെ സമ്മിന് ഈക്വൽ ആണ് കേട്ടോ. പാരലൽ കണക്ഷനിൽ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വലന്റ് ടു ദി സം ഓഫ് ഈച്ച് കറണ്ട് ഇൻ ഈച്ച് ബ്രാഞ്ചസ്. സോ I = I1 + I2. ഇനി ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഓംസ് ലോന്റെ ഇക്വേഷൻസ് എല്ലാം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ടോട്ടൽ കറണ്ട് ആണ്. അത് നമുക്ക് V/R എന്നുള്ള ഫോർമുല യൂസ് ചെയ്ത് എഴുതാം. ഇനി I1 എന്ന് പറയുന്നത് ഫസ്റ്റ് റെസിസ്റ്റർ കൂടെ കടന്നു പോകുന്ന കറണ്ട് ആണ്. അപ്പോൾ ആ റെസിസ്റ്ററിനെ എങ്ങനെ എഴുതാം? ആ കറണ്ടിൽ നമുക്ക് V/R1 ആയിട്ട് എഴുതാൻ പറ്റും. V/R1. ഓക്കെ. ഇനി രണ്ടാമത്തെ റെസിസ്റ്റർ കൂടെയുള്ള കറണ്ട് അതാണ് I2. ആ കറണ്ടിൽ നമുക്ക് എങ്ങനെ എഴുതാം? V/R2 എഴുതിക്കോടെ. മനസ്സിലായല്ലോ? നമ്മൾ ടോട്ടൽ കറണ്ട് ഈക്വലന്റ് ടു സം ഓഫ് ഈച്ച് കറണ്ട് ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. Then we have applied the Ohm's law. Within the Ohm's law we have found that V/R = V/R1 + V/R2. ഇത് വേണമെങ്കിൽ നമുക്ക് R ടോട്ടൽ എന്ന് എഴുതാം. ഓക്കെ. അപ്പം പാരലൽ കണക്ഷൻ നമുക്കറിയാം പൊട്ടൻഷ്യൽ എല്ലായിടത്തും സെയിം ആണ് അല്ലേ? അപ്പം നമുക്ക് ആ V അങ്ങ് ക്യാൻസൽ ചെയ്ത് പോവാം. പിന്നെയുള്ളത് എന്താണ്? 1/R ടോട്ടൽ ആണ്. 1/R ടോട്ടൽ എന്ന് പറയുന്നത് എന്താ? 1/R1 + 1/R2. 1/R ടോട്ടൽ എന്ന് പറയുന്നത് 1/R1 + 1/R2. ഇതാണ് പാരലൽ കണക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ പാരലൽ ആയിട്ട് നമ്മൾ റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ടോട്ടൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഒക്കെ റെസിപ്രോക്കൽ ആണ്. 1/R ടോട്ടൽ = 1/R1 + 1/R2. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ സർക്യൂട്ട് എന്ന് പറയുന്നത് 1/R ടോട്ടൽ = 1/R1 + 1/R2 ആണ്. നോട്ട് ചെയ്യാം. ആ ഒരു ഇഫക്റ്റീവ് റെസിസ്റ്റൻസിനെ നമ്മൾ ഭംഗിയാക്കി എഴുതാൻ പോവാണ് കേട്ടോ. ആ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിനെ ഭംഗിയാക്കി എഴുതാന്ന് വെച്ചാൽ R ടോട്ടൽ റെസിപ്രോക്കൽ ഇല്ലാണ്ട് എഴുതാൻ പോവാണ്. എങ്ങനെ എഴുതും? നമുക്കറിയാം ഇതിന്റെ കോമൺ ഫാക്ടർ ഒക്കെ എടുത്ത് എഴുതിയിട്ട് അല്ലേ R1 R2 ചെയ്യാം. R1 R2 ചെയ്യുമ്പം ഇവിടെ എന്ത് കിട്ടും? R2 കിട്ടും. ഇവിടെ എന്ത് കിട്ടും? R1 കിട്ടും അല്ലേ? അപ്പോൾ ദാറ്റ് വിൽ ബി 1/R ടോട്ടൽ. ദെൻ R ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്? R1 R2 divided by R1 + R2. R ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്? R1 R2 divided by R1 + R2. ഭംഗിയായല്ലോ. അപ്പോൾ പാരലൽ കണക്ഷനിലുള്ള ഇഫക്റ്റീവ് ടോട്ടൽ റെസിസ്റ്റൻസിനെ നമുക്ക് ഭംഗി രൂപത്തിൽ ഇങ്ങനെ എഴുതാം. R1 R2 by R1 + R2 if we are given two resistors.
രണ്ടിലധികം റെസിസ്റ്റേഴ്സ് വരുവാണെങ്കിൽ മറക്കരുത്, നമ്മൾ എങ്ങനെ എഴുതാം? 1/R total equal to 1/R1 plus 1/R2 plus 1/R3. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇതിപ്പോൾ 4 റെസിസ്റ്റർ, 5 റെസിസ്റ്റർ, 100 കണക്കിന് റെസിസ്റ്റർ തന്നു കഴിഞ്ഞാൽ ഇതേ ഫോർമാറ്റിലാണ് നമ്മൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്തേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 1/R total ആണ് നിങ്ങൾ പലപ്പോഴും കണ്ടെത്തുക. കാരണം 1/R1 plus 1/R2 അങ്ങനെ വെച്ച് കുട്ടികൾ ചെയ്തിട്ട് പോകും. പക്ഷേ നമുക്ക് ഉത്തരം എഴുതേണ്ടത് R total ആണ് അല്ലേ? റെസിപ്രോക്കൽ ഇല്ലാത്ത R total ആണ് എഴുതുക. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസറിൻ്റെ റെസിപ്രോക്കൽ കാണും. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ട് 1/R total എന്ന് പറയണത് 1/10 ohm ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ എഴുതിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. എങ്കിലും നമ്മുടെ ഒരു ഭംഗി അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കണ്ടുപിടിക്കാൻ അറിയുന്ന കുട്ടികളാണ്. അപ്പം നമുക്ക് R total എങ്ങനെ തന്നെ എഴുതാൻ പറ്റും. R total എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കൽ ഇടുക. 1/10 റെസിപ്രോക്കൽ എന്ന് പറഞ്ഞത് 10. ഓക്കെ, അതിൻ്റെ വിപരീതം അങ്ങോട്ട് എഴുതുക. 1/10 ആണെങ്കിൽ 10, 2/3 ആണെങ്കിൽ 3/2, അങ്ങനെ മാറ്റി എഴുതുക. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പാരലൽ കണക്ഷനിലുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്തേണ്ട വിധങ്ങൾ ഡിസ്കസ് ചെയ്തത്. അപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ ഡയഗ്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സീരീസ് കണക്ഷൻ ആയാലും പാരലൽ കണക്ഷൻ ആയാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയഗ്രം വെച്ചിട്ട് ആണ് നമ്മൾ ഈ ഒരു കുഞ്ഞു ഡെറിവേഷനൊക്കെ ചെയ്യേണ്ടത്. ആൻഡ് യു ഷുഡ് നോ difference between the parallel and series connection, and never forget about these equations. We have discussed both in series and parallel connection. I think now it's become very simpler to you. Good study. All the best.